നമ്മൾ പഠിച്ചിരുന്ന ഭൂഖണ്ഡങ്ങളെപ്പറ്റി നിങ്ങൾ ഒരിക്കൽ എങ്കിലും സംശയിച്ചിട്ടുണ്ടോ? ഭൂമി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ചില വിദഗ്ധർ വാദിക്കുന്നത് നോർത്ത് അമേരിക്കയും യൂറോപ്പും ഒന്നായി ഒരു മെഗാ കോണ്ടിനെന്റ് ആകുമെന്നാണ്. നമ്മുടെ ലോകത്തെക്കുറിച്ച് അറിയുന്നതെല്ലാം പുനരാലോചിക്കാൻ നമുക്ക് സമയമായി. കാരണം നമ്മുടെ ജിയോഗ്രാഫി അത്ര തന്നെ അത്ഭുതകരമാണ്. ഇത് നമ്മൾ കണ്ടിരുന്ന ഭൂപടത്തെ ഇങ്ങനെ തന്നെ കാണാൻ കഴിയുമോ, അതോ പുതിയ ഭൂപടം ആയി മാറുമോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. വിപുലമായ അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. മധ്യ അറ്റ്ലാന്റിക് റിഡ്ജിന്റെ ഒരു കാഴ്ച ഉത്തര അമേരിക്കൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളെ ബന്ധിപ്പിക്കുന്ന വിസ്മയകരമായ ഒരു കാഴ്ചയാണ്. ഈ ഭൗമശാസ്ത്ര കാഴ്ചപ്പാട് മാത്രമല്ല, ഇത് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തമായ സത്യമാണ്. ചില പ്രഗത്ഭരായ ഭൗമശാസ്ത്രജ്ഞർ വാദിക്കുന്നത് ഉത്തര അമേരിക്കയും യൂറോപ്പും ഒരിക്കൽ ഒന്നായി ഒരൊറ്റ ഭൂഖണ്ഡമായി ഒരുമിച്ചിരുന്നു എന്നതാണ്. ഭൂമിയുടെ ചരിത്രം അതിന്റെ ഘടനയിൽ തന്നെ പതിഞ്ഞിരിക്കുന്നു. പ്രാചീന രേഖകളും ഭൂദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് വീണ്ടും ആലോചിക്കുമ്പോൾ ആ തിരമാലകൾക്ക് താഴെ ഉള്ള ഒരു ലോകം രഹസ്യങ്ങളാൽ സമ്പന്നമായ ഭൂമിശാസ്ത്ര വിസ്മയങ്ങൾ കാത്തിക്കുന്നുവെന്ന് ഓർമ്മിക്കുക. പരമ്പരാഗതമായി ഭൂഖണ്ഡങ്ങളെ ഭൗമശാസ്ത്രവും സംസ്കാരവും ചേർന്ന് നിർവചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഭൗമശാസ്ത്ര പഠനങ്ങൾക്ക് മുൻനിർത്തി ചില ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു 6 ഭൂഖണ്ഡ മോഡലിനായി വാദിക്കുന്നു. ഈ മാറ്റം നമ്മുടേതായ അറിവിനെ ചോദ്യം ചെയ്യുകയും ലോകത്തെ കാണുന്ന രീതിയെ പുനർനിർവചിക്കുകയും ചെയ്യുന്നു. ഇത് ഭൂമിയുടെ ചരിത്രത്തെയും ഭാവിയെയും പുനരാലോചിക്കുന്നതിന് സമാനമായൊരു പ്രളയകരമായ മാറ്റമാണ്. നമുക്ക് നമ്മുടെ ലോകത്തിന്റെ ഭൂപടം വീണ്ടും വരയ്ക്കാനുള്ള തയ്യാറെടുക്കേണ്ടേ? നമ്മൾ ചിന്തിച്ചതുപോലെയല്ല ഭൂഖണ്ഡങ്ങൾ. നമ്മുടെ കടലിനടിയിൽ കോടിക്കണക്കിന് വർഷങ്ങളായി പതുക്കെ നീങ്ങുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഭീമനായ ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 6 ഭൂഖണ്ഡങ്ങൾ മോഡലിന്റെ സപ്പോർട്ടേഴ്സ് പരമ്പരാഗത കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്നു. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ നമ്മുടെ സംസ്കാരപരമായ ഭൂഖണ്ഡങ്ങളുടെ ആശയങ്ങളുമായി ഒത്തുപോകുന്നില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഉദാഹരണത്തിന് നോർത്ത് അമേരിക്കയും യൂറോപ്പും. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശക്തമായ ബന്ധം ഇവയെ ഒരൊറ്റ ഭൂഖണ്ഡങ്ങളായി യൂറമേരിക്ക എന്ന് പരിഗണിക്കണമെന്ന് ചിലർ നിർദ്ദേശിക്കുന്നു. ഈ ആശയം നമ്മുടെ ലോകത്തിന്റെ ഭൂമിശാസ്ത്രത്തെ പുനർനിർവചിക്കുന്നതിന് കാരണമാകുമെന്ന് പറയാം. ഭൂപടത്തിൽ അടുത്ത തവണ നിങ്ങൾ നോക്കുമ്പോൾ അത് ഒരു ചലനാത്മകമായ എന്നും മാറുന്ന ഭൂമിയുടെ ഒരു ഫോട്ടോ മാത്രമാണെന്ന് ഓർക്കുക. നോർത്ത് അമേരിക്കയും യൂറോപ്പും ഒരൊറ്റ മഹാദ്വീപായി കണക്കാക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കും. ഇത് അതിശയകരമല്ലേ? എന്നാൽ ഒരു നിമിഷം, വിമർശകർ ഒരു സത്യസന്ധമായ കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. ഈ പ്രദേശങ്ങൾ ഭൂമിശാസ്ത്ര ഭൂഖണ്ഡങ്ങൾ മാത്രമല്ല, സംസ്കാരങ്ങൾ, ചരിത്രങ്ങൾ, ഐഡന്റിറ്റികൾ എന്നിവയുടെ സമുച്ചയമാണ്. ഇവയ്ക്കിടയിൽ വേർതിരിവ് മായ്ച്ചു കളയുന്നത് ഓരോന്നിന്റെയും സമ്പന്നതയും വൈവിധ്യവും ഒറ്റയടിക്ക് കാണിക്കാനാവാത്തവാക്കുമെന്നുള്ള സാധ്യതയുണ്ട്. ഈ ആശയം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ ലോകത്തിന്റെ സങ്കീർണതയെ നന്ദിയോടെ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ മഹാദ്വീപുകളെ രൂപപ്പെടുത്തിയ വൈവിധ്യത്തെ സ്വീകരിക്കുകയും അവയുടെ വ്യത്യാസങ്ങളുടെ സൗന്ദര്യം ആഘോഷിക്കുകയും ചെയ്യാം. ഈ ആശയം പ്രാവർത്തികമായാൽ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഉണ്ടാകുന്ന മാറ്റാതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ഭൂപടങ്ങളെക്കുറിച്ചുള്ളത് മാത്രമല്ല, നമ്മുടേതായ കാഴ്ചപ്പാടുകളെ പുനർനിർവചിക്കുന്നതും പരമ്പരാഗത പരിധികളെ വെല്ലുവിളിക്കുന്നതുമാണ്. ഭൂപടശാസ്ത്ര പാഠ്യപദ്ധതികളിലെ സാധ്യതയുള്ള മാറ്റം നമ്മുടെ ഗ്രഹത്തെയും അതുമായുള്ള നമ്മുടെ അന്തർബന്ധത്തെയും കാണുന്ന രീതിയെ വിപ്ലവകരമാക്കും. ഇത് വളരെ ശ്രദ്ധാപൂർവം പിന്തുടരേണ്ട ഒരു ചർച്ചയാണ്, കാരണം ഇത് ലോകത്തെ സമീപിക്കുന്ന തരത്തെ പുനർനിർവചിക്കാം. ശാസ്ത്രം അതിന്റെ പരിധികളെ കടന്നു പോകുന്നതോടെ ഭൂഖണ്ഡങ്ങളുടെ സംഖ്യ 7 നിന്ന് 6 മാറുന്നു. ഒരു ഭൂഖണ്ഡം എന്താണ് എന്ന് നിർവചിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ശക്തമായി മാറും. ഇത് അത്ഭുതം നിറഞ്ഞതും മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നതുമായ ഒരു ചോദ്യം നമുക്ക് ഭൂമിയെ ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ പുതിയതായി നമ്മെ നമ്മുടെ ലോകത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ അറിവുകൾ ആർച്ച് പുതിയ ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ എന്നോടൊപ്പം ചേരും. ഉത്തര അമേരിക്കയും യൂറോപ്പും ഒരൊറ്റ ഭൂഖണ്ഡങ്ങളായി കണക്കാക്കണം. ഇത് ഭൂപടശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്ന, അതിന്റെ കൂടെ ആകാംക്ഷയും ഉണർത്തുന്ന ഒരു ചർച്ചയാണ്. ഈ 2 ഭൂഖണ്ഡങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള ആശയം നമ്മുടെ ഒരു ഗ്രഹത്തെ കാണുന്ന രീതിയെ പുനർനിർവചിക്കുന്ന നിരവധി സാധ്യതകളുടെ ലോകത്തെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ചിന്തകൾ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കൂ. ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്.